ആദ്യമായി എൻ്റെ നമസ്കാരം. അതായത് എനിക്ക് ഈ രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഡയറക്ടർ സാറിനും മറ്റുള്ള അണിയറ പ്രവർത്തകർക്കും ആദ്യമായി എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഞാൻ ചമ്പാട് ആണ് എൻ്റെ താമസം. 8 വർഷമായി ജൻവാണിയുടെ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാദ്യമൊന്നും റേഡിയോ ഉണ്ടായിരുന്നില്ല. ഫോണിൽ ഇയർഫോൺ വെച്ചിട്ട് മാത്രമായിരുന്നു കേട്ടത്. അങ്ങനെ ഒരു 2022 വർഷത്തിൽ റേഡിയോ വാങ്ങാനുള്ള പ്രയത്നം ഉണ്ടായി. അങ്ങനെ 2022 മുതൽ റേഡിയോയിൽ കൂടിയാണ് ജൻവാണിയുടെ പരിപാടികളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണി മുതലുള്ള നിർമ്മാല്യ ഭക്തിഗാനങ്ങൾ മുതൽ രാത്രി 10 മണി വരെയുള്ള പരിപാടികളിൽ പല പരിപാടികളായിട്ട് കേൾക്കാൻ വളരെ ആനന്ദത്തുണ്ട്. ഭക്തിഗാനം അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഭക്തി ചലച്ചിത്ര ഗാനം, സിനിമ, പഴയ ഗാനങ്ങൾ, 4 മണി ഗാനമഞ്ജരി, ഇതെല്ലാം പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറയാനുള്ളൂ. ജനവാണി കഴിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് ജനവാണി എപ്പോഴും ഒരു കൂട്ടുകാരാണ്. കാരണം നമ്മൾ ഭാര്യയുടെ മരണപ്പെട്ടതിന് ശേഷമുള്ള ആ വിഷമം തീർക്കുമ്പോൾ സമയത്ത് ഈ ജൻവാണി തുറന്നു വെക്കുക രാവിലെ മുതൽ. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റുള്ള വിഷമങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വളരെ ഓരോ പരിപാടി കേൾക്കുമ്പോഴുള്ള ആനന്ദം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഉച്ചപ്പാട്ടിൽ കൂടിയുള്ളതുമായി കുറേ ഗാനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ജൻവാണി പ്രക്ഷേപണം ചെയ്ത് കേൾപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാ ശ്രോതാക്കളും ഇതിൽ ജനവാണിയോട് ഒരുപാട് ശ്രോതാക്കളുണ്ട് കേൾക്കുന്നത്. ജനവാണി നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാനിത് വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. അതാണ്. നന്ദി, നമസ്കാരം.